5 रुपए कट्टी मेथी, 5 रुपए कट्टी धनिया। ഇത് 5 രൂപ കേട്ടോ മല്ലിച്ചപ്പ്. നല്ല ഏതാണ്ട് ഒരു അരക്കിലോന്റെ മുകളിലുണ്ട്. 5 രൂപ പോലെ വില. 5 रुपया 5 രൂപ बहुत कम है. മുസ്ലിംസ് മാത്രം പിന്നെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന വേറെ എവിടെയില്ല. ഇന്ത്യയിൽ വേറെ എവിടെയുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഭോപ്പാൽ അത്രയും മുസ്ലിംസ് പോപ്പുലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കേരള, വയനാട്. വയനാട് എന്ന് പറയുമ്പോൾ പ്രത്യേക സ്നേഹമാണ്. ചെറുനാരങ്ങ വെള്ളത്തിലിട്ടാൽ ചുവപ്പ് കളർ വരില്ല, അത് ഫുള്ള് വൈറ്റ് കളർ തന്നെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമ്മളെ ചക്കക്ക് 50 രൂപയാണ് ഇവിടെ വില. അതായത് റീറ്റെയിലിന് കൊടുക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി കൊടുക്കുന്ന കിലോന് 50 രൂപയാണ്. 20 രൂപ കിലോ, 20 രൂപ. ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. 20 രൂപ കിലോ റേറ്റ്. അപ്പൊ നമുക്ക് ചെറിയൊരു വെള്ളം തന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടാക്കുന്നതിനെ പറ്റി നല്ലൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തോ? ഇത് കൊള്ളാട്ടോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് अच्छा है, अच्छा लगता है. आना चाहिए यूट्यूब पे, नहीं तो मार तो डालूंगा एक आदमी. അപ്പോൾ നമ്മളുള്ളത് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മള് ഇവിടെ ഇറങ്ങി, ഭോപ്പാലിൽ ഇറങ്ങി. ഇന്നലെ ട്രെയിന് ഡയറക്റ്റ് കിട്ടിയില്ല. ഭോപ്പാലിൽ 2 പരിപാടി പ്ലാൻ ചെയ്ത് ഇവിടെ ഇറങ്ങി. ഭോപ്പാൽ അതുപോലെ ഇറ്റാർസി, ഈ 2 സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യണം. ഇത് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുള്ള കാഴ്ചകളാണ്. हाँ नहीं 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 ऑटो नहीं. ഇവിടുത്തെ ഓട്ടോക്കാരാണ് കേട്ടോ. ठीक है भाई. നമ്മളേതാണ്ട് 5 മണിക്കായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. പള്ളിയിൽ പോയി ഒന്ന് ഇപ്പം നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കാം. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമുക്ക് ഇറ്റാർസി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നാളെ രാവിലെയാണ് ട്രെയിന്. അതുവരെ മുംബൈയിലേക്കാണ് ട്രെയിന്. അതുവരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും. खाना यार कहीं देख लो, स्टे कर लो. नहीं, इधर मसाला मंडी किधर है? मसाला मंडी आजाद मार्केट में. आजाद मार्केट उधर ही मिल जाएगा रूम अगर चाहिए तो उसके पास. नहीं, इटारसी रूम बनाने को वो दूर है क्या? आजाद मार्केट थोड़ा सा दूर है. कितना दूर? 2.5 किलोमीटर. 2.5 किलोमीटर उतना है. ठीक है, उधर थोड़ा कम है. इटारसी जाए. इटारसी तो शाम को जाओगे ना? शाम को नहीं है, 2-3 बजे करीब. हाँ 2-3 बजे. तब तक तो नहा धो लो आराम से. सामने आएगा, कोई दिक्कत नहीं. यूट्यूबर है क्या? बिजनेस कर रहा है. रास्ता में बनाता है वीडियो. नाम इरशाद भाई. ठीक है. गेट में से निकले हो तो होटल लेगी नहीं. ഇവിടെ നല്ല നല്ല മുസ്ലിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മുസ്ലിംസിനൊക്കെ രാവിലെ കണ്ടിട്ടുണ്ട്. മുസ്ലിംസ് ഒരുപാടുള്ളൊരു ഏരിയ ആണ്. ഈ ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഫ്രണ്ട് തന്നെയാണ് പള്ളിയുള്ളത്. അത് മുസ്ലിം പള്ളിയാണ്. നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കാം. നമുക്ക് കിട്ടിയ സാധനമാണ് ഇതായത് ആലു പൊറാട്ട. ഉള്ളിൽ ഉള്ളിയും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള പൊറോട്ടയാണ്. സംഭവം കുഴപ്പമില്ല. കറി, എന്തെങ്കിലും ഒരു കറി വേണമായിരുന്നു. ഇത് തന്ന ദഹിയാണ്, നമ്മളെ തൈരാണ് കൂടെ തന്ന. അത് വലിയ പോരാ. आजाद मार्केट छोड़ दो. 100 रुपए देना. हाँ 100 रुपये कम करो. कितना बजे को खुलेगा? अरे सुबह तो कितने बजे को खुलेगा मार्केट? तो 11 बजे. ठीक है, उधर छोड़ दो. बाइक से चलेंगे तो. हाँ बाइक से घुमा दो. रेडी? ठीक. वीडियो बनाते हुए ले चलना. आपका ऑटो गाड़ी नहीं है? ऑटो है ना हमारे पास. किधर है?
सर क्यों बाइक में जा रहे हैं? अपन एंजॉय करते हुए चलेंगे ना, आप मोबाइल लिए हैं हाँ या घर से सुबह बाइक से आता हूँ मैं, हाँ तो इधर ही खड़ा रहता हमारा। ठीक है ഇപ്പം രാവിലെ മുതൽ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ചെറിയൊരു ഓട്ടം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് വിളിച്ചാണ്. മാർക്കറ്റിലേക്ക് പോകണം. ടീക്ക് ഇതിനകം നമ്മുടെ മാർക്കറ്റിൽ ഇവിടെയുള്ള കാഴ്ചകൾ യു പിനെക്കാട്ടോ കുറച്ചും കൂടി ബെറ്റർ. മധ്യപ്രദേശ് ഭോപ്പാൽ. യു പി എന്താ പറയാ, വൃത്തി എന്ന് പറയുന്ന സംഭവം ഇല്ല. യു പി बहुत खराब है. उत्तर प्रदेश कानपुर പൂരാ സാഫ്. ഇവിടെയൊക്കെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഏതാണ്ട് 8 മണിയായിരുന്നു. അതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. തിരക്കൊക്കെ ആവാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ മുസ്ലിംസ് ഏതാണ് ഇതില്? മുസ്ലിംസ് ഒരുപാടുണ്ട് കേട്ടോ. പള്ളികൾ ഒരുപാടുണ്ട്. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്. മസ്ജിദ് है क्या? मस्जिद है ना? यीशु का बोल रहा था मैं, सुबह नमाज के लिए गली बोल रहा था मैं। ഇവിടെ ഒരു പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അത് നമ്മളെ കടലയാണ് കേട്ടോ. കടല വെക്കുന്ന സ്ഥലം. നമ്മളെ കറിക്ക് ഉപയോഗിക്കുന്ന കടല അത് പച്ചയായിട്ട് സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഇതിൻ്റെതായിട്ട് ഒരു പ്രത്യേക മാർക്കറ്റ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയാണ് കേട്ടോ കാണുന്നത്. വേറെ എവിടെയോ ഇതിനായിട്ടുള്ള മാർക്കറ്റ് ഇല്ല. ഇത് ശരിക്കും ഉണക്കിയിട്ടാണ് കടല എടുക്കുക. ഇത് പച്ചക്കറിയായിട്ട് യൂസ് ചെയ്യുന്ന കടലയാണത്. മസാല मंडी इधर भी है ना? ये मिर्ची ना, मसाला मंडी उसी को बोलते ना, धनिया मसाला ये वगैरह। ഇവിടെ ഇതാ വേറൊരു പള്ളി. ഭോപ്പാലിൽ ശരിക്കും പള്ളി തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല. ഇതാ ഇവിടെ ഇതാ വേറൊരു പള്ളി. ഇപ്പൊ നമ്മള് 4ാമത്തെ പള്ളിയാണ് ഒരു 5 മിനിറ്റ് കൊണ്ട് കാണുന്നത്. पूरा मार्केट है मसाले पूरा। അപ്പോൾ ഇർഷാദ് ഭായി നമ്മളെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. മൂപ്പര് നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭോപ്പാലിലും നമുക്ക് പിടിയുണ്ട്. ഓക്കെ, ഒരു മെയിനായിട്ട് ലോഡ്ജ് ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ലോഡ്ജ് റെഡി കരുത്താനാ. അപ്പോൾ റൂം കാരണം ഇവിടെ വന്നാൽ നമ്മളെ പൊക്കിക്കൊണ്ടുപോകാൻ ആളുണ്ട്. പൊക്കി കൊണ്ടുപോയി റൂമൊക്കെ സെറ്റ് ചെയ്തതിന് ഇതാ ഇവരെ പോലെ ഇർഷാദ് ഭായിനെ പോലത്തെ കുറേ ആളുകളുണ്ടാവും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത്. ഹോട്ടലിൽ അവർ ലോഡ്ജ് റെഡിയാക്കി തരും. നമ്മൾ മാക്സിമം നമ്മൾ പേശി റേറ്റ് കുറച്ച് നമ്മൾ ബുക്ക് ചെയ്യണം. അങ്ങനെ കഴിച്ചിലാക്കി. അല്ല ഇവർ 1000-1500 റൂമായിരിക്കും ഫസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ കുറവ് മതി എന്ന് പറഞ്ഞാൽ അവർ കോർണർ റേറ്റ് തന്നെ കാണിച്ചു തരും. ठीक है भाई. हाँ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റാണ് കേട്ടോ ഭോപ്പാലിലുള്ള. വഴുതനങ്ങയുടെ ഒക്കെ വലുപ്പം നോക്ക്. ഇത് വഴുതനങ്ങല്ല, ഇതാണ് വഴുതനങ്ങ. ഇത് നമ്മളെ ചുരങ്ങ. कैरेट क्या है? 20 रुपये एक पीस. 20 रुपये किलो 1 kg 20 रुपये 1 kg. ठीक. ഇവിടെ നമ്മളെ ഗേനങ്ങളുടെ റേറ്റ് കൂടുതലാണ് കേട്ടോ. ഗേനിൽ ഭയങ്കര റേറ്റ് കുറവാണ്. ഒരെണ്ണം 20 രൂപയോ 10 രൂപയായിട്ടാ. ഇത് പച്ചക്കറിയുടെ വലിയ മാർക്കറ്റാണ് കേട്ടോ. അത്യാവശ്യം ഒരുപാട് സ്റ്റാളുള്ളൊരു ഏരിയ ആണ്.
ഇത് മല്ലിച്ചപ്പ്, അതുപോലെ പുതിന. ഇത് നമ്മളെ പീച്ചങ്ങയാണ് കേട്ടോ. ഇത് റീറ്റെയിൽ സെന്റർ ആണ്. ഹോൾസെയിൽ എവിടെയാണ് നമുക്ക് അന്വേഷിച്ചു. 5 रुपए कट्टी मेथी, 5 रुपए कट्टी धनिया। ये मेथी है क्या? मेथी की भाजी 5 रुपए कट्टी, 5 रुपए कट्टी 1 नंबर की मेथी, 5 रुपए कट्टी, 5 रुपए कट्टी 10 की 2 कट्टी मेथी। धनिया भी 5 रुपए कट्टी, 10 रुपए की 2 कट्टी, 5 रुपए कट्टी। ഇത് 5 രൂപ കേട്ടോ മല്ലിച്ചപ്പ്. നല്ല ഏതാണ്ട് ഒരു അരക്കിലോന്റെ മുകളിലുണ്ട്. 5 रुपया പോലെ വില. 5 रुपया 5 रुपया 5 रुपया 5 रुपया बहुत कम है इधर. बहुत कम रेट है सब्जी। साउथ इंडिया, केरला. ये कौन से चैनल पे आएगा? യൂട്യൂബ് में आएगा. यूट्यूब पे। ആ ഇത് നമ്മളെ ഉള്ളിയുടെ തണ്ടാണ് കേട്ടോ. ഉള്ളി അടക്കാണ് കൊടുക്കുന്നത്. ഇത് 5 രൂപ കേട്ടോ മല്ലിച്ചപ്പ്. നല്ല ഏതാണ്ട് ഒരു അരക്കിലോന്റെ മുകളിലുണ്ട്. 5 रुपया പോലെ വില. 5 रुपया 5 रुपया 5 रुपया 5 रुपया बहुत कम है इधर. बहुत कम रेट है सब्जी। साउथ इंडिया, केरला. ये कौन से चैनल पे आएगा? യൂട്യൂബ് में आएगा. यूट्यूब पे। ആ ഇത് നമ്മളെ ഉള്ളിയുടെ തണ്ടാണ് കേട്ടോ. ഉള്ളി അടക്കാണ് കൊടുക്കുന്നത്. ഇത് 5 രൂപ കേട്ടോ മല്ലിച്ചപ്പ്. നല്ല ഏതാണ്ട് ഒരു അരക്കിലോന്റെ മുകളിലുണ്ട്. 5 रुपया പോലെ വില. 5 रुपया 5 रुपया 5 रुपया 5 रुपया बहुत कम है इधर. बहुत कम रेट है सब्जी। साउथ इंडिया, केरला. ये कौन से चैनल पे आएगा? യൂട്യൂബ് में आएगा. यूट्यूब पे। ആ ഇത് നമ്മളെ ഉള്ളിയുടെ തണ്ടാണ് കേട്ടോ. ഉള്ളി അടക്കാണ് കൊടുക്കുന്നത്. ഇവിടെ നല്ല മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. ആം क्या रेट का है? 120 रुपए किलो है। 120. 100 रुपए किलो है। इधर का है क्या? हैदराबाद। हैदराबाद का. और क्या चाहिए? 4 वाला मिर्ची, 4 वाला मिर्ची। हाँ हाँ 70 रुपए किलो। एक चिली। നമ്മളെ ബജ്ജി മുളകിന്റെ റെഡ് കളർ. हाँ क्या रेट का है? क्या रेट का है? 20 ये ब्रिंजल नहीं है ना दूसरा? വൈദ്യനങ്ങളല്ല കേട്ടോ. നമ്മളെ ചരങ്ങിയാണ്. वो तो वही बीटरूट. इधर का माल है क्या? ഓ ഇതൊക്കെ ബീട്രൂട്ടൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ. നമ്മളെ അവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കയ്യങ്ങ് അമർത്തി ഒന്ന് ഞെക്കിണ്ടാങ്ങ് അമർന്നു പോകുന്ന കുറേ പഴക്കമുള്ള സാധനം നമുക്ക് കിട്ടും. ഇത് നല്ല ഹാർഡുള്ള നല്ല ഫ്രഷ് സാധനമാണ്. इधर का फसल है क्या? फसल किधर का है? हाँ इधर का भोपाल एरिया का. നല്ല ഫ്രഷ് മുളക് കിട്ടോ. നമ്മളെ ബജ്ജി കായ ആ ഹാ ബജ്ജി മുളകിന്റെ സാധനമാണ്. നല്ല റെഡ് കളർ. ठीक है भाई. ബീട്രൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ കണ്ടാൽ തന്നെ അറിയാം ക്വാളിറ്റി. अच्छा माल. इधर होलसेल कौन कर रहा है? फ्रूट्स का होलसेल किधर है? ഭോപ്പാലിലേക്ക് ചക്ക കേരളത്തിൽ നിന്ന് വരുന്നതാണ്. കേരള മാലേ क्या रेट है? ये है बिक्री है 50 रुपए किलो. 50 रुपए. നമ്മളെ ചക്കക്ക് 50 രൂപയാണ് ഇവിടെ വില. അതായത് റീറ്റെയിലിന് കൊടുക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി കൊടുക്കുന്ന കിലോന് 50 രൂപയാണ്. വലിയ വലിയ വണ്ടിക്ക് ഇവിടെ ചക്ക വരുന്നുണ്ടെന്നാണ് കട്ട് ചെയ്ത്. അവര് വിളഞ്ഞീന് ഒഴിവാക്കുന്ന അങ്ങനെയാണോ? भैया हमारी नहीं बनाना, आप समझ लेना। हाँ आप मेरी मत बना, कटहल की बनाते हो। हाँ 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 कटहल की आप बनाते हो, मुझे कोई टेंशन नहीं है। वहाँ मेरी मत बना। എന്നെ പശു ഒഴിവാക്കുന്നതാണ് കേട്ടോ ആ വെള്ളത്തിലേക്ക്. नींबू का पानी. हाँ
അതിപ്പോൾ 200 രൂപയുടെ സാധനമാണ്. നമ്മളെ നിംബു, അതായത് നമ്മളെ ലെമൺ ചെറുനാരങ്ങയുടെ വെള്ളത്തിലേക്കാണ് ഇതിട്ട് ഇടുന്നത് അവർ. ആ लाल नहीं आएगा, रेड नहीं पड़ता, ब्राउन हाँ व्हाइट ही रहेगा, ये वाइट ही रहेगा. हाँ हाँ, वो पानी में डाला तो नींबू का पानी ആ അത് ചുവപ്പ് കളർ വരില്ല എന്ന് പറയുന്നത്. ചെറുനാരങ്ങ വെള്ളത്തിലിട്ടാൽ ചുവപ്പ് കളർ വരില്ല, അത് ഫുള്ള് വൈറ്റ് കളർ തന്നെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമ്മളൊക്കെ ഒരു ചക്ക വെട്ടിക്കുണ്ടെങ്കിൽ വിളഞ്ഞീനും കൊണ്ട് ആറാട്ടായിരിക്കും. ഇവര് ചക്ക വെട്ടിയാൽ ഇതാ ഒരു കുഴപ്പമില്ല, വിളഞ്ഞീനും ഇല്ല, ഒന്നുമില്ല. ठीक है भाई, हमारे को बोला तुम्हारी तरफ हम सिखाए उधर के लोगों को काटना खाना, देखो कैसा बना के देते तुम्हारी तरफ. 50 साल से कट, यही काम है. सही है. केरला से 50 साल पहले आ रहा है क्या? आता रहता ना वहाँ से गाड़ियाँ, कब से आ रहे हैं उधर? हाँ गाड़ियाँ आती है वहाँ से. ആ 10 വർഷമായിട്ട് ചക്ക വരുന്നുണ്ട്. ചില്ലറക്കാരനല്ല ഈ ചക്ക. ठीक है भाई. लहसुन क्या रेट का है भाई? हाँ 60 को 250 ग्राम 240 रुपയാണ് റീറ്റെയിൽ റേറ്റ്. हाँ मैं केरला से, केरला इधर 400 रुपये केरला रिटेल. यहाँ पर 100 रुपये रिटेल. 100 रुपये. हाँ 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 हाँ. आप कितना रेट बोला? ये तो फुटकर रेट है, फुटकर रहता है अपने ग्राहकों का रेट है. वहाँ पर अच्छा बिक रहा है 150 रुपये 100 रुपये 100 रुपये को भोग का रेट है. हम लोग खरीदते हैं यहाँ से. हाँ वहाँ पर 30 रुपये से लेके 150 रुपये तक. हाँ 30 रुपये किलो कचरा माल है और थोड़ा हाई लेवल का 150 हाई रेट है. हाई रेट 150. 400 रुपये केरला में. अभी यहाँ भी 400 था, अभी कम हो गया. कम हो गया. हाँ हाँ ये टमाटर क्यों थोक के अंदर अभी क्या रेट है? थोक में 6 रुपये किलो. 6 रुपये. 6 रुपये किलो थोक में. हाँ सही. फुटकर में 10 रुपये किलो. हाँ 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 थोक में 6 रुपये, फुटकर में 10 रुपये. ऐसा है क्या? सब कमती में है. ठीक है भाई. सादिक सादिक हाँ केरला वयनाड. ठीक है ठीक है. हाँ हाँ വയനാട് എന്ന് പറയുമ്പോൾ പ്രത്യേക സ്നേഹമാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. വയനാട് എന്ന് പറയുമ്പോൾ പ്രത്യേക സ്നേഹമാണ്. ഇത്രയും മുസ്ലിംസ് മാത്രം പിന്നെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന വേറെ എവിടെയില്ല. ഇന്ത്യയിൽ വേറെ എവിടെയുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഭോപ്പാൽ അത്രയും മുസ്ലിംസ് പോപ്പുലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. क्या रेट है? 10 रुपये किलो. 10 रुपये 10 രൂപയാണ് കേട്ടോ എൻ്റെ വില. തക്കാളിയൊക്കെ വെറും 10 രൂപയാണ്. 30 रुपये किलो का है, 30 रुपये किलो का है, 30 रुपये किलो का है. 50 रुपये पर दे रहे जो भैया 40 रुपये किलो. क्या रेट है? 40 रुपये. 40 रुपये किलो. थोड़ा महंगा महंगा करवा दो यार भाई. क्या थोड़ा ठीक है ठीक है. 40 रुपये കേട്ടോ പിന്നെ കിലോന് ഇഞ്ചി റീറ്റെയിൽ വില. एक किलो 25, 2 किलो 50 मटर, 1 किलो 25. ये क्या रेट है भाई? 100 रुपये पसेरा. 100 रुपये. ഒരു ദിവസത്തേക്ക് ഒരു ഫാമിലിക്ക് ഈ ഒരെണ്ണം മതി. ഇവിടെ ഈ നോർത്ത് സൈഡിലുള്ള ഈ സൈസിലുള്ള വലിയ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലിതാ ഇതുപോലത്തെ കിട്ടുക.
ഇത്ര ചെറുത് കിട്ടുക ഇവിടെ छोटा वाला क्या रेट है 200 रुपये 100 रुपये पास 20 रुपये 20 रुपये ये वाला वो वाला 20 रुपये കിലോ 20 रुपये ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ 20 റുപ്യ കിലോ റേറ്റ് വഴുതനങ്ങൾക്ക് നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോകുന്നതാണെങ്കിൽ പോക്കറ്റ് കാലിയാന്ന് തരില്ല ഒരു 60 രൂപ കുറയാത്ത പച്ചക്കറി ഐറ്റംസ് ഒന്നും നമുക്ക് അവിടെ കിട്ടൂല നല്ല വലിയ കർമൂസാണ് കേട്ടോ कुछ नहीं भाई घूमने का आया है अच्छा घूमने को हाँ ₹20 എൻ്റെ മക്കളെ നമ്മളെ നാട്ടിലൊക്കെ ഒരു 100 രൂപ ഒന്നും കൊടുക്കാണ്ട് ഈ സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല 60 രൂപ ഏറ്റവും കുറഞ്ഞ് കൊടുക്കണം स्वीट है क्या अच्छा स्वीट है स्वीट अच्छा है बहुत सीट है एकदम सीट है नंबर 1 हाँ ये वाला नहीं है ये इम्पोर्ट माल है हमारा केरला वाला ये लोकल है ये इम्पोर्ट इम्पोर्ट ഭോപ്പാൽ പൊളിയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് ടൗണും കാര്യങ്ങളൊക്കെ ഉത്തർപ്രദേശ് പറ്റ അബദ്ധമാണ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഞാൻ പോയത് കാൺപൂരാണ് കേട്ടോ കാൺപൂർ പറ്റ അബദ്ധമാണ് ഇവിടെ കരോട്ട് മണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് പോലെ അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കാം ഇപ്പം കണ്ടതിനാ കേട്ടോ കൂടുതൽ ഹോൾസെയിൽ മാർക്കറ്റാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ കണ്ടത് റീറ്റെയിലാണ് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ റീറ്റെയിലാണ് കരോട്ട് മണ്ടിയിൽ ഹോൾസെയിലാണെന്ന് പറയാം അപ്പോൾ അതൊന്ന് പോയി നോക്കാം ഈ റിക്ഷയിലാണ് നമ്മൾ കരോട്ട് മണ്ടിയിലേക്ക് പോകുന്നത് അത് ഒരു കമ്പനിക്കാരാണല്ലോ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് പോയി നോക്കാം പണിയും നോക്കി വരുന്ന ആളുകളാണ് കേട്ടോ ജോലി ആവശ്യമുള്ളവർ ഇവിടെ വരും അതുപോലെ ജോലിക്കാരാവശ്യമുള്ളവരും ഇവിടെ വരും എന്നിട്ട് സംസാരിച്ച് അവർക്ക് ആവശ്യമുള്ള പണിക്കാരെയും കൂട്ടി പോവും അതാണ് ഇവിടെ നടക്കുന്നത് कौन से नाम से है हाँ कौन से नाम से है चैनल यूट्यूब में आपका नाम इधर काम के लिए आदमी आ रहा है क्या हाँ और इधर का आदमी है भोपाल का आदमी है मैं यहाँ का नहीं मैं बाहर का चाकत दिल्ली का हूँ हाँ यहाँ काम करता हूँ इधर काम करता है क्या काम कर रहा है सुपर आपका भी अजोड़ी चला रही लेता हूँ क्या बनाता है आप अजोड़ी का फोटो ले लो कचौड़ी अजोड़ी समोसा इसका अंदर क्या 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 डालता है कचौड़ी का अंदर മൂങ്കി ദാൽ നമ്മളെ ചെറുപയറാണ് കേട്ടോ മൂങ്കി ദാൽ എന്ന് വെച്ചാൽ അതാണ് ഇടുന്നത് കച്ചോടി कचौड़ी अच्छा सेल है क्या कितना बजे तक है 12 बजे तक कितना बजे से 4 बजे रात से 4 बजे रात से 12 बजे अभी कैसा है क्या इधर का अब इधर का भोपाल का ठीक है भाई രാവിലെ 4 മണി മുതൽ 12 മണി വരെ ഉണ്ടാവും അവൻ്റെ കച്ചവടം ഇതാണ് ഭോപ്പാൽ ചേരി പ്രദേശമാണ് കേട്ടോ തകരം കൊണ്ടൊക്കെ ഉള്ള വീടുകളാണ് അവിടെ കാണുന്നത് പാവപ്പെട്ടവർ താമസിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നു ഇവിടെ വെള്ളം വെക്കുന്നതാണ് കേട്ടോ
വെള്ളം ഇതാ ഇതുപോലെ വലിയൊരു കട്ടയാക്കിയിട്ടാണ് വരിക. അത് ഇടിച്ച് പൊളിച്ചിട്ട് വെക്കുന്ന കിലോ 50 രൂപയായിട്ട് റേറ്റ്. ഇത് വെല്ലാണ് കേട്ടോ. इसमें चीनी डालता है क्या? चीनी डालता है इसमें? चीनी नहीं डालता, गन्ने का रस डालता है. हाँ, एक पीस, एक छोटा पीस. अरे थोड़ा क्या पूरा खाओ. അപ്പോൾ നമുക്ക് ചെറിയൊരു വെള്ളം തന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടാക്കുന്നതിനെ പറ്റി നല്ലൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തോ? ഇഷ്ടമില്ല. ഇത് കൊള്ളാട്ടോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല സാധനം. आपका नाम क्या? टेस्ट अच्छा है. अच्छा लगता है. आना चाहिए यूट्यूब पे, नहीं तो माँ तो डालूंगा एक आदमी. ആയേഗാ എൻ്റെ തൊട്ടപ്പുറത്ത് ഈത്തപ്പഴത്തിൻ്റെ സെയിലാണ് കേട്ടോ. क्या रेट का है? ये 320 रुपए किलो. सबसे महंगा कौन सा है? सबसे महंगा अजवा है. किधर है? 1220 रखा. ഏറ്റവും വില കൂടിയ സാധനമാണ് കേട്ടോ കാണിക്കുന്നത്. അജുവ 1400 रुपए किलो. 1400. 1400. 1400 रुपया കിലോന് വരും. ठीक है. വലിയ പാറ കഷ്ണം പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ആണ് കേട്ടോ. कितना केजी आएगा ये वाला? 35 किलो. 35. 35 കിലോ വരും ഒരു കട്ട. ഇതാണ് ആസാദ് മാർക്കറ്റ്. ഭോപ്പാൽ ആസാദ് മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓ, भैया चटनी डालूं भैया. चटनी डाल. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് കഴിച്ച് രണ്ടാമത്തെയും കൂടി കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ചട്നിയൊക്കെ കൂട്ടി അടിക്കാൻ അടിപൊളിയാണ്. വേറെ എവിടെയല്ല, ഭോപ്പാൽ ആസാദ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ സാധനം ഉള്ളത്. ഇവിടെ ഈ കച്ചോടി അതുപോലെ പക്കോടയാണോ? പക്കോട അതുപോലെ സമൂസ ഇതൊക്കെയാണ്. ഇതിൻ്റെ പുറം ഈ ചട്നിയും കൂടി എരിവും മധുരവും രണ്ടും കൂടിയുള്ള ഒരു ചട്നിയാണ്. അതും കൂടി കൂട്ടി അടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. बोलता हूँ. आपका नाम क्या है? पहला वो बोलो. अयान. ठीक है. സ്പൈസ് റൂട്ട്. സബ്സ്ക്രൈബ്. ഒരുപാട് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അധികം പേടിയൊന്നും ഇല്ലാണ്ട്. പള്ളിയുടെ കാര്യത്തിൽ യു പി സൈഡിൽ നമ്മളെ അവിടെ ഒരു പള്ളിയുണ്ട്. ഇതൊരു പള്ളിയാണ്. അതിൻ്റെ അപ്പുറം ഒരു 200 മീറ്ററിലൊരു 3-4 പള്ളികൾ ഈ ഭാഗത്തുണ്ട്. ഓ, ചെരുപ്പിൻ്റെ ഒക്കെ ഏരിയ ആണ്.